അസ്സലാമു അലൈക്കും. ഫേമസ് ബിരിയാണിയായ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ചെറിയൊരളവിൽ വീട്ടിൽ വെച്ച് തയ്യാറാക്കുന്ന ഒരു രീതി. അപ്പോൾ അതെങ്ങനെയെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് 4 സവാള വളരെ കനം കുറഞ്ഞ അരിഞ്ഞത് വറുത്തെടുക്കണം. സവാള വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അത് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് ഒന്നിച്ചോ കുറേശ്ശെയായിട്ടോ ഇട്ട് വറുത്തെടുക്കുക. ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ കോരി മാറ്റുക. ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ ആദ്യ സ്റ്റെപ്പ് സവാള വറുത്തു കോരുക എന്നുള്ളതാണ്. ഇത് മുഴുവനായും വറുത്തു കോരിയതിനു ശേഷം ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഈ ബിരിയാണിയിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ 2.5 കിലോയാണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാരാനായി വെക്കണം. വെള്ളം വാർന്നതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. തീരെ ചെറുതല്ല, ഒരുപാട് വലുതുമല്ലാത്ത കഷ്ണങ്ങളാക്കി മാറ്റണം. ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഹൈദരാബാദി ബിരിയാണിയിലേക്ക് ഒരു പ്രത്യേക മസാലപ്പൊടി ഉണ്ട്, അത് 2 ടീസ്പൂൺ. 1 ടീസ്പൂൺ ഉപ്പ്, 3 ടീസ്പൂൺ നാരങ്ങ നീര്, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 കൈപ്പിടി പുതിന മല്ലിച്ചപ്പ്, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, പുളിയില്ലാത്ത 1 കപ്പ് തൈരും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇത് നന്നായി സെറ്റ് ആയതിനു ശേഷം ഇതിലേക്കായിട്ട് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ച സവാളയുടെ 1/4 ഭാഗം സവാള ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്തെടുത്ത സവാള ചിക്കനുമായി കൂട്ടി കുഴച്ചതിന് ശേഷം ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഒറിഗാനോ, 4 ടേബിൾ സ്പൂൺ നെയ്യ്, ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് 4 മുതൽ 6 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യിക്കാനായി മാറ്റി വെക്കുക. അതല്ല എങ്കിൽ തലേന്ന് തന്നെ ചിക്കനിൽ മസാല തേച്ച് വെക്കാവുന്നതാണ്. അതാവുമ്പോൾ ഒന്നുകൂടെ നല്ലത്. ഇത്രയും പോകുന്ന കഷ്ണങ്ങളാക്കിയാൽ മതി. റൈസ് വേവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് 1/2 കപ്പ് പാലിലേക്ക് 1 നുള്ളു സാഫ്രോൺ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഈ റൈസിനെ നമ്മൾ ഊറ്റിയെടുക്കുകയാണ്, അതുകൊണ്ട് വെള്ളത്തിന് കണക്കില്ല. അത്യാവശ്യം അരി വേവേണ്ട വെള്ളം വെക്കുക. ഇതിലേക്കായിട്ട് 10 മുതൽ 12 വരെ ഏലക്ക, അത്ര തന്നെ ഗ്രാമ്പു, 1 ടീസ്പൂൺ സാജീരകം, 2-3 ബേ ലീഫ്, 1 കഷ്ണം ജാതിപത്രി, 2 കഷ്ണം പട്ട, ഇതെല്ലാം കൂടെ ഈ വെള്ളത്തിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ചേർത്ത് വെള്ളത്തിന് നന്നായി തിളക്കാനായിട്ട് വെക്കുക. ഈ വെള്ളം നന്നായി തിളച്ചു തുടങ്ങുമ്പോൾ ഇതിൽ നിന്നും വലിയൊരു തവി വെള്ളമെടുത്ത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ശേഷം 1.5 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം രുചിച്ചു നോക്കിയാൽ ഉപ്പ് വെള്ളത്തിലൊന്ന് മുന്നിലായിട്ട് നിൽക്കണം. 4 കപ്പ് ഗോൾഡൻ ബസുമതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് 30 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം വെള്ളം വരാനായിട്ട് വെക്കണം. ആ അരിയാണ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് വേവിക്കാനായി വെക്കുന്നത്. 70% വേവായാൽ ഇത് ഊറ്റി മാറ്റണം. പിന്നീട് ഈ റൈസിനെ ചിക്കന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാണ്. ചിക്കൻ ഇതുവരെ വേവിച്ചിട്ടില്ല. വേവിക്കാത്ത ചിക്കന്റെ മുകളിലേക്കാണ് ഈ വെള്ളം വാർത്തെടുത്ത റൈസിനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഈ റൈസ് ഇട്ടതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ ഉണ്ടല്ലോ, ബാക്കി വെച്ചത്, ആ ഒനിയനും കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുക്കുക. പിന്നെ ആദ്യം കലക്കി വെച്ച സാഫ്രോൺ ഉണ്ടല്ലോ, പാലിൽ കലക്കി വെച്ചത്, അത് ഒഴിച്ചു കൊടുക്കുക. റൈസ് കൂടുതലായിട്ട് ഉണ്ട് എങ്കിൽ ഇത് 2 ലെയറായി ചെയ്യാവുന്നതാണ്. ഇത് നന്നായി മൂടി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും വെച്ചിട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ 1/2 മണിക്കൂർ നേരം വെക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത് 1/2 മണിക്കൂറിന് ശേഷമാണ് ചെമ്പ് തുറക്കുന്നത്. റൈസൊക്കെ നന്നായി വേവായി ഇതിൻ്റെ മുകളിലുള്ള റൈസ് ഉണ്ടല്ലോ, ഇതിനോട് മാറ്റുക. മുകളിലുള്ള റൈസ് മാറ്റിയതിന് ശേഷം വളരെ സാവധാനം ചിക്കന്റെ കഷ്ണങ്ങളൊന്നും ഉടയാത്ത രീതിയിൽ വളരെ പതുക്കെ ബാക്കി വരുന്ന റൈസും ചിക്കനുമായിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് ആവശ്യാനുസരണം വിളമ്പിയെടുക്കാവുന്നതാണ്.
ഇത് ഒരു റെസ്റ്റോറന്റ് സ്റ്റൈലല്ല കേട്ടോ. ഇത് സാധാരണ ഒരു ഉണ്ടാക്കാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഹൈദരാബാദി ദം ബിരിയാണി തന്നെയാണ്. ചിക്കനിലേക്ക് നമ്മൾ മുമ്പ് മസാല തേച്ചപ്പോൾ തൈര് ചേർത്തല്ലോ, ഒട്ടും പുളിയില്ലാത്ത തൈരായിരിക്കണം. പുളി കൂടുതലാണെങ്കിൽ റൈസിൽ പുളി കുറച്ച് മുന്നിലായിട്ട് നിൽക്കും. ഹൈദരാബാദി ബിരിയാണി സ്പൈസിയാണ്. ഇത്രയും എരിവ് വേണ്ട എന്നുള്ളവർക്ക് മുളക് പൊടി ചേർക്കുമ്പോൾ ഇതിന്റെ പകുതിയായി ചേർക്കാവുന്നതാണ്. ചിക്കനൊക്കെ നന്നായി വേവായിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ, ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.